എല്ലാവർക്കും ഷെജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബനാന ചിപ്സ് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. രണ്ട് തരത്തിലുള്ള ചിപ്സാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്തതും. ഞാനിവിടെ പഴുക്കാത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴം ഈ മഞ്ഞളുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ഇപ്പോൾ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച പഴമാണിത്. ഇതൊന്ന് തുടച്ചെടുക്കാം. കോട്ടൻ്റെ തുണിയോ കിച്ചൺ ടിഷ്യോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പഴം കട്ട് ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മധുരമുള്ള ബനാന ചിപ്സ് തയ്യാറാക്കാൻ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കൂടുതൽ പഴുത്തിട്ടില്ല, കൂടുതൽ പഴുത്ത പഴം എടുക്കരുത്. ഇതുപോലത്തെ പഴം എടുക്കണം. ഇനി പഴത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നേന്ത്രപ്പഴം 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചിപ്സ് തയ്യാറാക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം മധുരമുള്ള ബനാന ചിപ്സാണ് തയ്യാറാക്കുന്നത്. പഴുത്ത പഴം ചെറുതായി കട്ട് ചെയ്തത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇത് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മധുരമുള്ള ചിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. മധുരമുള്ള ചിപ്സ് തയ്യാറാക്കിയ വെളിച്ചെണ്ണയിൽ തന്നെ മധുരമില്ലാത്ത ചിപ്സും തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് മഞ്ഞളും ഉപ്പും മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 ഭാഗം ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ളതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ചിപ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, നല്ല ക്രിസ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക.